സോഷ്യൽ മീഡിയ നമ്മുടെ അന്തകനാണോ? നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണോ സോഷ്യൽ മീഡിയ? തീർച്ചയായും ശരിയായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സമയമാണ്. ആരോഗ്യമാണ് സമ്പത്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആരോഗ്യവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സമയത്തെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. മാത്രമല്ല, ശരിയായിട്ടുള്ള സമയത്തിന്റെ ഉപയോഗം കൊണ്ടാണ് നമ്മൾ ധനം ആർജിക്കുന്നത്. അതുകൊണ്ടാണ് സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ട് സമയം ചെലവഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു സമ്പത്താണ്. നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ നമ്മളെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ്, നമ്മുടെ പങ്കാളികളാണ്, ജീവിത പങ്കാളികൾ. പക്ഷെ അത് പഴയ കാലത്ത് മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ. ഇന്ന് ഈ ജീവിത പങ്കാളികളെക്കാൾ കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിനകത്തുള്ള ആപ്ലിക്കേഷനുകളാണ്. ഒരു പടി കൂടി കടന്നു പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ അറിയാവുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനുകൾ ഓരോ നിമിഷവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് ഫോണിൽ കാണുന്നത്, എന്താണ് നമ്മൾ കേൾക്കുന്നത്, എന്താണ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്, എന്താണ് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്, എല്ലാം ഈ ആപ്ലിക്കേഷനുകളുടെ അൽഗോരിതം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നാം അറിയാതെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ട ആ വിലയേറിയ സമയമാണ് നാം സോഷ്യൽ മീഡിയ നശിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സമയമാണ് നശിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ പരത്തിൽ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെയാണ്. രണ്ടാമത്, സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം നമ്മളുടെ സന്തോഷത്തെ സോഷ്യൽ മീഡിയ കെടുത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നത്? സോഷ്യൽ മീഡിയയിൽ നാം കാണുന്നത് എന്താണ്? എല്ലാവരും അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ നാം നിരന്തരം കാണുന്നത് മറ്റുള്ളവരുടെ വിജയങ്ങളാണ് കാണുന്നത്, മറ്റുള്ളവരുടെ സന്തോഷങ്ങളാണ് കാണുന്നത്. ഫാമിലിയായിട്ട് ടൂറ് പോകുന്നു, വീട് വെക്കുന്നു, പുതിയ പുതിയ കാറുകൾ വാങ്ങുന്നു, പുതിയ ഫോൺ വാങ്ങുന്നു, ഇല്ലേ? റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഇത് കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തെ അവരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്, നമ്മൾ നിരവധി പ്രശ്നങ്ങളിലാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പം നമുക്ക് ടെൻഷൻ ഉണ്ടാകും, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും, നമ്മുടെ ഭാവിയെ പറ്റിയിട്ട് നമുക്ക് ഉത്കണ്ഠയുണ്ടാകും, നമ്മുടെ നിലവിലുള്ള ജീവിതത്തെ ഓർത്ത് നമുക്ക് നിരാശയുണ്ടാകും, ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിനകത്ത് നിന്ന് നമ്മുടെ സന്തോഷത്തെ ആ ഒരു ശീലം കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്, നമുക്ക് സോഷ്യൽ മീഡിയ സമ്മാനിക്കുന്ന ഒരു ദുരന്തം സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും നമ്മളുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ മതത്തിലും ദൈവത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നുണ്ട്, നമുക്ക് നമ്മളുടേതായ താല്പര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെതിരായിട്ടുള്ള ധാരാളം വാർത്തകളും ആൾക്കാർ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റുകളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാനിടയാകും. ഇത് കാണുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മൾ അവഗണിക്കും, പിന്നീട് നമ്മൾ ക്രമേണ എന്ത് ചെയ്യാൻ തുടങ്ങും? അതിനകത്ത് അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പോകും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് തിരിച്ച് നല്ല അസഭ്യ വർഷങ്ങളൊക്കെ കിട്ടും, ഇല്ലേ? നമ്മൾ അറിയാതെ നമ്മൾ അതിനകത്ത് അത്തരം കമന്റുകളൊക്കെ ഇടുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറും. അതായത് ട്രാക്കുളയ്ക്ക് കുഞ്ഞ് ജനിക്കുന്നതിന്റെ കൂട്ടാണിത്. ട്രാക്കുള കല്യാണം കഴിച്ചിട്ടല്ല ട്രാക്കുളയുടെ കഥയിൽ കുഞ്ഞുണ്ടാകുന്നത്, പുതിയ ട്രാക്കുള ഉണ്ടാകുന്നത്. ഒരു ട്രാക്കുള ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ പതുക്കെ ചെവിയൊക്കെ വളർന്ന് ദ്രംഷ്ടകളൊക്കെ ഇറങ്ങി വാലൊക്കെ ആയിട്ട് ഒരു ട്രാക്കുളയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ട്രാക്കുളയുടെ കഥയിൽ ഒരു ട്രാക്കുളയുടെ കയ്യിൽ നിന്ന് കടി കിട്ടുന്ന ആളാണ് അടുത്ത ട്രാക്കുളയായിട്ട് മാറുന്നത്. ഇതേപോലെയാണ് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ട്രിഗർ ചെയ്യുന്ന, നമ്മളുടെ വികാരങ്ങളെ, നമ്മുടെ ചിന്തകളെ ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ അതിനോട് ആ തരത്തിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മളും എന്താകും? നമ്മളും അവരിൽ ഒരാളായിട്ട് മാറും. സാമൂഹികമായിട്ട് സ്പർദ്ധയൊക്കെ മറ്റുള്ളവരിലേക്ക് പടർത്തുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. അത് നമ്മുടെ സാമൂഹിക ബന്ധത്തെ തീർച്ചയായിട്ടും ബാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ വിഭാഗം ആൾക്കാരും ഒരുമിച്ച് കഴിയുന്ന ഒരു നാടാണ് നമ്മളുടേത്, അല്ലേ? അങ്ങനെ ഒന്നിച്ച് കഴിയുന്നതാണ് ഈ നാടിന്റെ സൗന്ദര്യവും. അപ്പോ അവിടെ ഒരു മതേതരവാദിയായിട്ടുള്ള ഒരാള് മറ്റൊരാളുടെ വർഗീയമായിട്ടുള്ള പോസ്റ്റുകൾ നിരന്തരം കാണുമ്പോൾ ഈ മനുഷ്യനും കുറച്ച് കഴിയുമ്പോൾ വർഗീയമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും.
അതുപോലെ തന്നെ രാഷ്ട്രീയമായ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയ അന്ധത കൊണ്ട് തെറ്റായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ നമ്മളും ക്രമേണ അതിന്റെ ഭാഗമായിട്ട് മാറും. നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മളും മാറും. അത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ നശിപ്പിക്കും. അപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ നശിപ്പിക്കും, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെ നശിപ്പിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങളെ അത് നശിപ്പിക്കും, റിലേഷൻഷിപ്പുകളെ അത് നശിപ്പിക്കും. ഇങ്ങനെ കുറേ ദുരന്തങ്ങൾ തെറ്റായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതിൻ്റെ അഡിക്ഷൻ, നിങ്ങൾ അതിൻ്റെ അടിമയായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ അറിയാതെ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ദുരന്തങ്ങൾ നിങ്ങളെ തേടി വരും. ഇവയ്ക്കുള്ള പരിഹാരം എന്താണ്? ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ നേരെ വിപരീതമായ ഒരു അവസ്ഥയും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടും, ഇല്ലേ? സോഷ്യൽ മീഡിയയിൽ നമുക്ക് സമയം എങ്ങനെ ഉപയോഗിക്കാം? സമയം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന ചാനലുകൾ ഏതൊക്കെയാണോ, പേജ് ഏതാണോ അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ട് അതിന്റെ അൽഗോരിതം പിന്നെ നിങ്ങളെ കാണിക്കുന്ന എന്തായിരിക്കും? പോസിറ്റീവായിട്ടുള്ള അത്തരം വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് മേഖലയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ആ ഒരു ഭാഷ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം ചാനലുകളുണ്ട്. മോട്ടിവേഷൻ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത്തരം വീഡിയോസ്. നിങ്ങൾ ഒരു ശരീരഭാരം നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ നോക്കുന്നത്, വെയിറ്റ് ലോസുമായിട്ടോ വെൽനെസ്സുമായിട്ടോ ബന്ധപ്പെട്ട കാര്യത്തിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അതിന് കൃത്യമായ ഒരു സമയം വെക്കുക. നിങ്ങളുടെ സമയത്തെ പൂർണ്ണമായിട്ടും അത് അപഹരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടൈം മാനേജ്മെന്റ്, ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. എത്ര സമയം ഏതൊക്കെ ആപ്പിൽ ഒരു ദിവസം ചെലവാക്കും എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ സ്ക്രീൻ ടൈം, ഒരു ദിവസം എത്ര നേരം നിങ്ങൾ ആ സ്ക്രീൻ ഉപയോഗിച്ചു എന്നുള്ളത് രാത്രി കിടക്കുന്നതിന് മുമ്പ് അതൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ. അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും കഴിവ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ കമന്റ് ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങനെയുള്ള കാര്യങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്? പത്രപ്രവർത്തകര് അവർ ജേർണലിസം പഠിച്ചിട്ടാണ് പത്രപ്രവർത്തനം നടത്തുന്നത്. മാത്രമല്ല അവരെ നിയന്ത്രിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ ഒരു സംവിധാനമുണ്ട്, ഭരണ സംവിധാനമുണ്ട്, എല്ലാ പത്രമാധ്യമങ്ങൾക്കുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികളെയും അങ്ങനെ നിയന്ത്രിക്കാൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളെല്ലാം അതേപോലെ പ്രകടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയുടെ നമ്മുടെ പ്രതികരണങ്ങൾ നോക്കിയിട്ടാണ് മറ്റു പലരും നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നത്. ഇന്ന് നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പോകുമ്പം പോലും അവര് സോഷ്യൽ മീഡിയ പേജ് ചെക്ക് ചെയ്യാറുണ്ട്, ആ വരുന്ന വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സമൂഹം നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ കൂടെ വന്ന് ജീവിച്ചിട്ടല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ആക്ടിവിറ്റീസ് കണ്ടിട്ടാണ് നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് സമൂഹം വിലയിരുത്തുന്നത്. നല്ല സാമൂഹ്യ ബന്ധം ഉണ്ടാവാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ ഇടപെടലുകൾ നിങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നല്ലതായിട്ട് മാത്രം ചെയ്യുക. അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരാള് അമ്മയെ കൊല്ലുന്നേ കണ്ട് നമ്മൾ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പോകരുതല്ലോ. അപ്പോൾ ശരിയായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നടത്തുക. തീർച്ചയായും ഇനിയുള്ള കാലം നമുക്ക് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കത്തില്ല. നമുക്കെല്ലാവർക്കും അതിനൂടെ സഞ്ചരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശരിയായ വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അതിവേഗം നിങ്ങൾക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക, നമ്മൾ എപ്പോഴാണ് ഫോൺ കയ്യിലെടുക്കുന്നത്? നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഫോൺ കയ്യിലെടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു പ്രവർത്തന പദ്ധതി ഉണ്ടെങ്കിൽ, അതനുസരിച്ച് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോണിന്റെ അഡിക്ഷൻ കുറയും. സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ അമിതമായിട്ടുള്ള ആ ഒരു ആവേശം, സമയം ചെലവഴിക്കുന്നതൊക്കെ കുറയും. അഥവാ അങ്ങനെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം.